കൊല്ലം പുനലൂർ ആളുകേറാമലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ മൃതദേഹം സംബന്ധിച്ച അന്വേഷണത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. ഏറെ നാളായി പോലീസിനെ കുഴക്കിയ കൊലപാതക കേസിലെ പ്രതി തന്നെയായിരുന്നു കൊല്ലപ്പെട്ടതെന്ന് DNA പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. ആലപ്പുഴ ചാരമൂട് സ്വദേശി അനിൽകുമാറാണ് മരിച്ചതെന്ന് തെളിഞ്ഞതോടെ അന്വേഷണ സംഘം വലിയൊരു പ്രതിസന്ധിയാണ് തരണം ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ അനിൽകുമാർ പ്രതിയാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. സംഭവ സ്ഥലത്തിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് പോലീസിനെ അനിൽകുമാറിലേക്ക് നയിച്ചത്. ഇയാളെ പ്രതിയാക്കി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. പ്രതി ഒളിവിലാണെന്ന് കരുതി പോലീസ് സംസ്ഥാനത്തുടനീളം ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. എന്നാൽ കൊലപാതകത്തിലെ ഇര ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തത് കേസ് അന്വേഷണത്തെ വലിയ തോതിൽ ബാധിച്ചു. സംസ്ഥാനത്ത് കാണാതായവരുടെ പട്ടിക പരിശോധിച്ചുവെങ്കിലും അനിൽകുമാറുമായി ബന്ധപ്പെട്ട പരാതികൾ എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല. ഇത് അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. തുടർന്നാണ് പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നത്. സംശയമുള്ളവരുടെ DNA ശേഖരിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും വിവരങ്ങൾ കൈമാറി. ഈ ഘട്ടത്തിലാണ് അനിൽകുമാറിന്റെ കുടുംബത്തെ ബന്ധപ്പെടാൻ പോലീസ് തീരുമാനിച്ചത്. അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ഫലം പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യം പുറത്തായി. പ്രതിയെന്ന് കരുതി പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന അനിൽകുമാർ തന്നെയായിരുന്നു ആളുകേറാമലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ സെപ്റ്റംബർ 23-നാണ് പുനലൂർ പിറവന്തൂർ പഞ്ചായത്തിലെ ആളുകേറാമലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. നെഞ്ചിൽ വലതുഭാഗത്ത് ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഒരാഴ്ചയോളം പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന്. മൃതദേഹത്തിന് സമീപത്തു നിന്ന് കന്നാസ്, കത്രിക, ബാഗ് തുടങ്ങിയ സാധനങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ തെളിവുകൾ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ കൊലപാതകത്തിന് ശേഷം മുഖം വികൃതമാക്കി തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായി സംശയമുയർന്നിരുന്നു. ഇതാണ് അന്വേഷണത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടത്. സത്യം പുറത്തു വന്നതോടെ തങ്ങളുടെ നിഗമനങ്ങൾ പാടെ തെറ്റിയെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് സംഘം അന്വേഷണ രീതിയിൽ പുനഃക്രമീകരിക്കുകയാണ്. പ്രതിയെന്ന് കരുതി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ ഒരാൾ തന്നെ ഇരയായി മാറുന്നത് അപൂർവമായ സംഭവമാണ്. ഇത് കേസിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. അനിൽകുമാർ എന്തിനാണ് ആളുകേറാമലയിൽ എത്തിയത്? എന്തിനാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ സ്വന്തം ശരീരം ചങ്ങലയിൽ ബന്ധിച്ചത് എന്നീ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും ആത്മഹത്യയാണോ അതോ അതിസങ്കീർണമായ മറ്റൊരു കൊലപാതകമാണോ നടന്നതെന്നും ഇനിയും തെളിയേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ തുടരുമെന്നും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പുനലൂർ നിവാസികളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ ഈ സംഭവം പുതിയ കണ്ടെത്തലോടെ കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങുകയാണ്. ചെറിയൊരു അശ്രദ്ധ പോലും കേസ് അന്വേഷണത്തെ വഴിതിരിച്ചു വിട്ടേക്കാമെന്ന പാഠമാണ് ഈ സംഭവം നൽകുന്നത്.